സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്തു എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്ത് ജനിച്ചതിന്റെ പേരിൽ സന്തോഷിക്കാത്ത ഒരാളുമില്ല. മുസ്ലിം ലോകം മുഴുവനും അതിൽ സന്തോഷിക്കുന്നവരാണ്. അവിടുന്ന് ലോകത്തെ അള്ളാഹു സൃഷ്ടിച്ച് ലോകത്തേക്ക് പൂജാതരാക്കിയതിന്റെ പേരിൽ സന്തോഷം രേഖപ്പെടുത്താതിരിക്കുക എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കൾ മാത്രമാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട്. നബി തങ്ങൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ സന്തോഷിച്ചിട്ടുണ്ട്. സന്തോഷിച്ചു മാത്രമല്ല, അതിന്റെ പേരിൽ നബി തങ്ങൾ അറവ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ നഫ്സിഹി ബഅദമാ ബുഇസ നബിയ്യ. അവിടുന്ന് നബിയായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം തന്നെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് അറവ് നടത്തിയിരുന്നു എന്ന്. അഖീഖ എന്ന് പറയുന്നത് ഒരാളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് നടത്തുന്ന അറവിനെ സംബന്ധിച്ച് പറയുന്ന പേരാണ്. ഈ ഹദീസ് റവാഹുൽ ബസ്സാർ മജ്മഉ സവാഇർ 3-ാം വാല്യം 64-ാമത്തെ പേജിൽ പറയുന്നു. റവാഹുൽ ബസ്സാർ വ തുബ്റാനി. ഈ ഹദീസ് തുബ്റാനിയും ബസ്സാറും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിൽ ഔസത്ത്, അൽ ഔസത്തിൽ റിജാലു തുബ്റാനി റിജാലു സ്വഹീഹ്. മജ്മഉ സവാഇദിൽ പറയാണ്, തുബ്റാനി ഇമാമിന്റെ റിപ്പോർട്ടർമാർ മുഴുവനും സ്വഹീഹായ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ടർമാരാണ്, അല്ലെങ്കിൽ സ്വഹീഹിന്റെ റിപ്പോർട്ടർമാരാണ്. ഖല അൽ ഹൈസം എന്ന വ്യക്തി ഒഴികെ ഇബ്ൻ ജമീൽ വഹുവ സിഖ, അദ്ദേഹവും വിശ്വസ്തൻ തന്നെയാണ്. സ്വഹീഹ് ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഇല്ലെങ്കിലും അദ്ദേഹം വിശ്വസ്തരാണ്. ബാക്കിയുള്ളവരൊക്കെ തുബറാനി ഇമാം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർ മുഴുവനും സ്വഹീഹ് ബുഖാരിയുടെയോ സ്വഹീഹ് മുസ്ലിമിന്റെയോ റിപ്പോർട്ടർമാരിൽപ്പെട്ടവരാണെന്ന് മജ്മഉ സവാഇദ് 2-ാം വാല്യം 64-ൽ പറയുന്നു. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചില വഹാബി പുരോഹിതന്മാർ ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് ഈ ഹദീസിനെ ദുർബലമാക്കാൻ നോക്കിയിട്ടുണ്ട്.